എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് T20 പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് നടക്കാൻ പോവുകയാണ്. ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ജയിച്ച് പരമ്പരയിൽ 2-0 മുന്നിലെത്താനാവും ഇന്ത്യ ശ്രമിക്കുക. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ വമ്പൻ ജയം നേടിയ ആത്മവിശ്വാസത്തിലാണ് സൂര്യകുമാർ യാദവും സംഘവും രണ്ടാം T20ക്ക് ഇറങ്ങുന്നത്. എന്നാൽ രണ്ടാം മത്സരത്തിന് തൊട്ടുമുമ്പ് ഇന്ത്യക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയുടെ യുവ ഓപ്പണറായ അഭിഷേക് ശർമ്മ രണ്ടാം T20ക്ക് ഉണ്ടാവില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പരിശീലനത്തിനിടെ അഭിഷേകിന് പരിക്കേറ്റു. ഇതിനെ തുടർന്ന് അദ്ദേഹം പരിശീലനം നിർത്തി കളം വിട്ടിരുന്നു. പരിക്ക് ഗുരുതരമല്ലെങ്കിലും ഒരു മത്സരത്തിൽ വിശ്രമം വേണ്ടത് അത്യാവശ്യമാണ്. അഭിഷേകിന്റെ അഭാവം ഇന്ത്യക്ക് കടുത്ത തിരിച്ചടിയാവുമെന്ന കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ മത്സരത്തിൽ 34 പന്തിൽ 5 4ഉം 8 6ഉം ഉൾപ്പെടെ 79 റൺസാണ് അഭിഷേക് അടിച്ചെടുത്തത്. സഞ്ജു സാംസണിനൊപ്പം മികച്ച കൂട്ടുകെട്ട് ഉണ്ടാക്കുന്ന അഭിഷേകിന്റെ അഭാവം ഇന്ത്യക്ക് നികത്താനാവാത്ത വിടവായിരിക്കുമെന്നുറപ്പാണ്. ഓപ്പണിംഗിൽ ഭയമില്ലാതെ റൺസുയർത്തുന്നവനാണ് അഭിഷേക്. രണ്ടാം മത്സരത്തിൽ വിശ്രമം അനുവദിച്ചാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ കളിക്കാൻ താരത്തിന് സാധിച്ചേക്കും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അഭിഷേകിന് വിശ്രമം അനിവാര്യമാണ്. അഭിഷേക് ശർമ്മയ്ക്ക് കളിക്കാൻ സാധിക്കാതെ വരുമ്പോൾ സഞ്ജു സാംസണിനൊപ്പം ഓപ്പണറായി ആരെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യ നിലവിൽ ബാക്കപ്പ് ഓപ്പണർമാരെ ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനൊപ്പം ഓപ്പണറായി തിലക് വർമ്മ എത്തിയേക്കുമെന്നാണ് വിവരം. ഇടം കൈയ്യൻ ബാറ്റ്സ്മാനായ തിലക് വർമ്മ ആദ്യ മത്സരത്തിൽ 4ാം നമ്പറിലാണ് കളിച്ചത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ 3ാം നമ്പറിലിറങ്ങി 2 തുടർ സെഞ്ചുറികൾ നേടാൻ തിലകിന് സാധിച്ചു. രണ്ടാം T20യിലും മുഹമ്മദ് ഷമി കളിച്ചേക്കില്ലെന്നാണ് വിവരം. 14 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ ഷമി ആദ്യ മത്സരത്തിൽ കളിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലാത്ത കാരണത്താൽ തടയപ്പെട്ടു. രണ്ടാം T20യിലും ഷമി ഇന്ത്യൻ ടീമിലുണ്ടാവില്ലെന്നാണ് വിവരം. 100% ഫിറ്റ്നസിലേക്ക് എത്താൻ ശ്രമിക്കായിട്ടില്ല. കൂടാതെ ചെന്നൈയിലാണ് മത്സരമെന്നതിനാൽ ഇന്ത്യ സ്പിന്നിന് പ്രാധാന്യം നൽകിയാവും ടീമിനെ ഇറക്കുക. അതുകൊണ്ടുതന്നെ ഷമി കളിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെ പറയാം. അർഷ്ദീപ് സിംഗിനൊപ്പം ഹാർദിക് പാണ്ഡ്യയെ തന്നെ ന്യൂ ബോളിൽ പ്രതീക്ഷിക്കാം. ഇന്ത്യക്ക് മികച്ച റെക്കോർഡ് ചെന്നൈയിലുണ്ടെങ്കിലും ജയം എളുപ്പമാവില്ലെന്നുറപ്പാണ്. ആദ്യ മത്സരം തോറ്റെങ്കിലും ഇംഗ്ലണ്ട് ശക്തമായ നിലയാണ്. ഇന്നത്തെ ഇന്ത്യയുടെ സാധ്യത 11 നമുക്ക് നോക്കാം. സഞ്ജു സാംസൺ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ധ്രുവ് ജുറേൽ, ഹാർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, നിതീഷ് കുമാർ റെഡ്ഡി, അക്ഷർ പട്ടേൽ, രവി ബിഷ്ണോയ്, വരുൺ ചക്രവർത്തി, അർഷ്ദീപ് സിംഗ് എന്നിങ്ങനെയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.